ഹായ് ഓൾ, വെൽക്കം ടു അവർ EVS ക്ലാസ്. ഇത് നമ്മുടെ EVSലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ഗ്രീൻ എർത്ത്. എന്താണ് ഗ്രീൻ എർത്ത് എന്ന് പറഞ്ഞാൽ? ഗ്രീൻ എന്ന് പറഞ്ഞാൽ പച്ച നിറത്തിനാണല്ലേ നമ്മൾ പറയുന്നത്. എർത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി. അപ്പോൾ പച്ച നിറത്തിലുള്ള ഭൂമി എങ്ങനെയാണ് പച്ച നിറത്തിൽ കാണപ്പെടുന്നത്? നിങ്ങൾക്കറിയോ? നമ്മുടെ ചുറ്റുപാട് ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഒക്കെ ഉണ്ടല്ലേ. ഇതുകൊണ്ടാണ് നമ്മുടെ എർത്ത് ഗ്രീൻ കളറിൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് ഈ ഗ്രീൻ കളറിന് കാരണമായിട്ടുള്ളത് പ്ലാന്റ്സ് ആണല്ലേ. അതുപോലെ അപ്പോൾ നമ്മുടെ സറൗണ്ടിങ്സിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്. ആ പ്ലാന്റ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട് ക്ലാസ്. ഒരു പ്ലേ ഗെയിമിൻ്റെ സോങ്ങാണ് നമ്മുടെ ഈ ഫസ്റ്റ് പേജിൽ കാണുന്നത്. എന്താണ്? ഗോ ടച്ച് ആൻഡ് കം ലിറ്റിൽ ബേർഡ്. എന്താണ്? തൊട്ടുവ ലിറ്റിൽ ബേർഡിനോടാണ് പറയുന്നത് അല്ലേ. ലിറ്റിൽ ബേർഡിൻ്റെ ഒരു ഗെയിമാണിത്. അപ്പോൾ എന്താണ് നമുക്ക് നോക്കാം. ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ഗ്രീൻ ട്രീ ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ട്രീ ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ. എന്താണ് പറയുന്നത്? ഒരു കിളിയോടാ പറഞ്ഞത്. പറന്നു പോയിട്ട് എന്താണ് ഒരു മരത്തിനെ തൊട്ടിട്ട് തിരിച്ചു വരാൻ, ടച്ച് ചെയ്തിട്ട് തിരിച്ചു വരാൻ പറയുകയാണ്. എന്നിട്ട് എന്താണ് ബേർഡ് ടച്ച് ചെയ്ത മരം ഏതാണ്, ആ മരത്തിൻ്റെ പേരെന്താണ് അല്ലേ. വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, മരത്തിൻ്റെ പേരെന്താണ്. ക്യാൻ യു ടെൽ ഇഫ് ഇറ്റ് ഈസ് ബിഗ് ഓർ സ്മോൾ, അത് വലുതാണോ ചെറുതാണോ പറയാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ലൈൻ എന്താണ്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, go touch the flower and come little bird, which flower did the bird touch, what is its name, can you tell the color of the flower. എന്താ പറയുന്നത്? കിളിയോട് പറന്ന് പോയിട്ട് ഒരു ഫ്ലവറിൽ തൊട്ടിട്ട് തിരിച്ചു വരാൻ പറയാണ്. എന്നിട്ടോ ആ ബേർഡ് തൊട്ട ഫ്ലവർ ഏതാണ്, ആ ഫ്ലവറിൻ്റെ പേര് അല്ലേ, നെയിം എന്താണ്, പിന്നെന്താണ് ഫ്ലവറിൻ്റെ നിറം, കളർ എന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇനി അടുത്ത ലൈൻ എന്താണ്? ഫ്ലൈ അവേ ഫ്ലൈ ലിറ്റിൽ ബേർഡ്, ഗോ ടച്ച് ദ ലീഫ് ആൻഡ് കം ലിറ്റിൽ ബേർഡ്, വിച്ച് ലീഫ് ഡിഡ് ദ ബേർഡ് ടച്ച്, വാട്ട് ഈസ് ഇറ്റ്സ് നെയിം, ക്യാൻ യു ടെൽ ദ ഷേപ്പ് ഓഫ് ദി ലീഫ്. എന്താ പറയുന്നത്? കിളിയോട് ഒരു ഇലയിൽ തൊട്ട് വരാൻ പറയാണ്. എന്നിട്ടോ ആ ബേർഡ് തൊട്ട ഇല ഏതാണ്, ഇലയുടെ പേരെന്താണ്, അതുപോലെ ഇലയുടെ ആകൃതി എന്താണ്. ഇതാണ് അവർ കളിക്കുമ്പോൾ പാടുന്ന പാട്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ആൻസർ ഉണ്ടാവില്ലേ. അങ്ങനെയാണ് ഈ മരങ്ങളുടെയും പൂക്കളുടെയും ഒക്കെ പേര് ഇവർ പറഞ്ഞു കളിക്കുന്നത്. ഓക്കെ, ഡിഡ് യു സീ ദ ചിൽഡ്രൻ ഹു ആർ സിംഗിങ് ആൻഡ് ഡാൻസിങ്. അപ്പോൾ നമ്മൾ പറഞ്ഞു മുന്നേ ഒരു പാട്ട് പഠിച്ചില്ലേ, കുട്ടികൾ പാട്ട് പാടി ഡാൻസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടില്ലേ. ഷാൾ വി പ്ലേ ദിസ് ഗെയിം. നമുക്കും ഈ കളി കളിച്ചാലോ, നമുക്ക് കളിച്ചാലോ. വിച്ച് പ്ലാന്റ്സ് വേർ യു ഏബിൾ ടു ടച്ച് വെൻ യു പ്ലേഡ്. ഇങ്ങനെ കളിക്കുമ്പോൾ, ഈ പാട്ട് പാടി കളിക്കുമ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ പ്ലാന്റ്സിനെ ടച്ച് ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ചോദ്യം. വിച്ച് അതർ പ്ലാന്റ്സ് ഡു യു നോ. അതുപോലെ നിങ്ങൾക്ക് വേറെ ഏതൊക്കെ സസ്യങ്ങളുടെ പേരറിയാം എന്നാണ് ചോദിക്കുന്നത്. റൈറ്റ് ദം ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. എന്നാണ് ഇതൊക്കെ നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് പാർട്സ് അല്ലേ, ഏതെല്ലാം ഭാഗങ്ങൾ. സൈറ ഈസ് ഡ്രോയിങ് ദ പിക്ചർ ഓഫ് എ പ്ലാന്റ്, വാട്ട് ആർ ദ അതർ പാർട്സ് ടു ആഡ് ഇൻ ദ പിക്ചർ, കംപ്ലീറ്റ് ദ പിക്ചർ ആൻഡ് റൈറ്റ് ദ പാർട്സ്. എന്താ പറയുന്നത്? സൈറ എന്ന് പറയുന്ന കുട്ടിയുടെ വരച്ചൊരു ചെടിയുടെ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത്. നിങ്ങൾ കാണുന്നുണ്ട് അവിടെ ഒരു ചെടിയുടെ ചിത്രത്തിൽ ഇനിയും ചെടിയുടെ ഭാഗങ്ങൾ കൂട്ടി വരയ്ക്കാനുണ്ട്. അപ്പോൾ അങ്ങനെ വരച്ചിട്ട് നിങ്ങൾ ചിത്രം പൂർത്തിയാക്കുകയും വേണം. ഇവിടെ അതിൻ്റെ പാർട്സ് എഴുതി കൊടുക്കുകയും വേണം. ഓക്കെ, എന്തൊക്കെ പാർട്സ് നമുക്ക് എഴുതാം? റൂട്ട് അല്ലേ, ഇവിടെ തന്നിട്ടുള്ളത് ഏതാണ്? റൂട്ടാണ് അല്ലേ. ഇനി എന്തൊക്കെയുണ്ട്? പ്ലാന്റ്സിന് സ്റ്റെമ്മുണ്ട്, ലീവ്സ് ഉണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ. ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിലുണ്ട്? ഒരു പ്ലാന്റ്സിൻ്റെ പാർട്സ് ആണ് അല്ലേ. അത് നമുക്ക് ഇതിൽ വരച്ചു കൊടുക്കും കൂടെ ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? ലെറ്റസ് ക്ലാസിഫൈ അല്ലേ, തരം തിരിക്കാം. ഡു യു തിങ്ക് ഓൾ ദ പ്ലാന്റ്സ് യു
സി ആർ സിമിലർ? നിങ്ങൾ കാണുന്ന സസ്യങ്ങളൊക്കെ ഒരുപോലെയാണോ, ഒരേപോലെയാണോ എല്ലാ മരങ്ങളും ഇരിക്കുന്നത്? നോ ലേ, അല്ല. വാട്ട് ആർ ദ ഡിഫറൻസ്? എന്താണ് വ്യത്യാസങ്ങൾ? ഓരോ മരങ്ങളും എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്? സൈസിൽ, പിന്നെ കളറിൽ, ലീവ്സിൽ, സ്റ്റെമ്മ്, പിന്നെ എന്താണ് ഫ്ലവർ, ഇതിലൊക്കെ എന്താണ് ഓരോ പ്ലാന്റ്സും ഡിഫറൻസ് ആണ് അല്ലേ, വ്യത്യാസപ്പെട്ടിട്ടുണ്ട് അല്ലേ. എങ്ങനെ നമ്മൾ എക്സാമ്പിൾ പറയും? നമ്മുടെ കോക്കനട്ട് ട്രീയിലെ തെങ്ങും മാവും ഒരുപോലെയാണോ? മാംഗോ ട്രീയും ഒരുപോലെയാണോ? അല്ല അല്ലേ. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ. അതിൻ്റെ ഇലയിൽ, സ്റ്റെമ്മിൽ, റൂട്ടിൽ, ഷേപ്പിൽ ഒക്കെ വ്യത്യാസമല്ലേ. അതാണ് നമ്മൾ ഓരോ സസ്യങ്ങളും എന്താണ് വ്യത്യസ്തമാണെന്ന് പഠിച്ചത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കാണുന്നുണ്ട് അല്ലേ. വിച്ച് പ്ലാന്റ്സ് ഡു യു സീ ഇൻ ദ പിക്ചേഴ്സ്? നിങ്ങൾ ചിത്രത്തിൽ ഏതൊക്കെ പ്ലാന്റ്സ് ആണ് കാണുന്നത്? ഏതൊക്കെയുണ്ട് ഇവിടെ? എക്സോറ ഉണ്ട്, ഹെബിസ്കസ് ഉണ്ട്, സ്പിനച്ച് ഉണ്ട്, ബെന്യൻ ട്രീ ഉണ്ട്, ടച്ച് മീ നോട്ട് ഉണ്ട്, മാംഗോ ട്രീ ഉണ്ട്, റോസ് ഉണ്ട്, കോക്കനട്ട് ട്രീ ഉണ്ട്, പിന്നെ പാഡി ഉണ്ട് അല്ലേ. ഇത്രയും കാര്യങ്ങളുടെ പിക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. എത്ര പ്ലാന്റ്സിൻ്റെ പിക്ചേഴ്സാണ് ഇവിടെ തന്നിട്ടുള്ളത്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദെയർ സ്റ്റെം? ഇവരുടെ സ്റ്റെമ്മിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റെം എന്ന് പറഞ്ഞാൽ എന്താണ്? തണ്ട് അല്ലേ. തണ്ടിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? പിന്നെയോ വാട്ട് ആർ ദ ഡിഫറൻസസ് ഇൻ ദെയർ സൈസ്? അവരുടെ സൈസിലുള്ള വ്യത്യാസം എന്താണ്? ഹൗ ലോങ് വിൽ ദേ ലിവ്? അവരെത്ര കാലം ജീവിക്കുന്നു? ഓരോ പ്ലാന്റ്സും എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളത് മാർക്ക് യുവർ ഒബ്സർവേഷൻ വിത്ത് എ ടിക്ക് മാർക്ക് ഇൻ ദ ടേബിൾ. ഇതൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ടേബിളിൽ ടിക്ക് മാർക്ക് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ഗിവൺ. എന്താ പറയുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ സന്ദർശിച്ചിട്ട് ഇവിടെ താഴെ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ടേബിളിൽ തന്നിട്ടുള്ളത് നോക്കാം. ഇനി ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ, ടേബിളിൽ തന്നിട്ടുള്ളത് എന്തൊക്കെയാണ്? നെയിം ഓഫ് ദി പ്ലാന്റ് അല്ലേ, അതുപോലെ അതിൻ്റെ സ്റ്റെമ്മ്, സൈസ്, ഹൗ ലോങ് വിൽ ഇറ്റ് ലൈവ്, അത് എത്ര കാലം നിലനിൽക്കുന്നു എന്നുള്ളതും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഓരോ പ്ലാന്റ്സിനെ കുറിച്ചും ടിക്ക് ചെയ്യേണ്ടത്. ഇവിടെ ഫസ്റ്റ് എന്നാ തന്നിട്ടുള്ളത്? സ്പിനച്ച് അല്ലേ. ചീരയ്ക്കാണ് നമ്മൾ സ്പിനച്ച് എന്ന് പറയാം. അതിൻ്റെ സ്റ്റെം എന്താണ്? സോഫ്റ്റ് ആണ് അല്ലേ. സൈസ് സ്മോൾ ആണ്. എത്ര കാലം നിലനിൽക്കും? മന്ത്സ് ആണ് അല്ലേ. മന്ത്സ് ആണ് നിലനിൽക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഹിബിസ്കസ് അല്ലേ. ഹിബിസ്കസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചെമ്പരത്തി അല്ലേ. ചെമ്പരത്തിൻ്റെ സ്റ്റെം എന്താണ്? ഹാർഡാണ്. സൈസ് ബിഗ് ആണ്. എന്താണ്? ഇയേഴ്സ് ആണ് അല്ലേ. ലീവ് ചെയ്യുന്നത് ഇയേഴ്സ് ആണ്. നെക്സ്റ്റ് മാംഗോ ട്രീ എന്താണ്? സ്റ്റെം വെരി ഹാർഡാണ്. പിന്നെ സൈസ് വെരി ബിഗ് ആണ്. പിന്നെ എത്ര കാലം ജീവിക്കും? മെനി ഇയേഴ്സിലെ, ഒരുപാട് കാലം മാംഗോ ട്രീ ഉണ്ടാവും. പിന്നെയോ നെക്സ്റ്റ് കോക്കനട്ട് ട്രീൻ്റെ സ്റ്റെം എന്താണ്? വെരി ഹാർഡ്. പിന്നെയോ സൈസ് വെരി ബിഗ്. പിന്നെയോ മെനി ഇയേഴ്സ് ലിവ് ചെയ്യൂലേ. നെക്സ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ജാക്ക് ഫ്രൂട്ട് കൊടുക്കാം. അതെന്താണ്? വെരി ഹാർഡാണ് സ്റ്റെമ്മ്. പിന്നെയോ വെരി ബിഗ് സൈസ്. പിന്നെയോ മെനി ഇയേഴ്സ് ലീവ് ചെയ്യൂലേ. നെക്സ്റ്റ് പപ്പായ ട്രീ എന്താണ്? വെരി ഹാർഡാണ് അല്ലേ. വെരി ഹാർഡല്ല അല്ലേ, ഹാർഡാണ്. പിന്നെയോ സൈസ് ബിഗ്, ഇയേഴ്സ് നിൽക്കൂലേ. പിന്നെ ടമാറിൻ ട്രീ, പുളിമരം അല്ലേ. വെരി ഹാർഡാണ് സ്റ്റെമ്മ്. പിന്നെ സൈസ് വെരി ബിഗ് ആണ്. ഈ മെനി ഇയേഴ്സ് സ്റ്റേ ചെയ്യൂലേ, നിൽക്കൂലേ. നെക്സ്റ്റ് ജാസ്മിൻ ട്രീ അല്ലേ. ജാസ്മിനിലെ എന്താണ്? സ്റ്റെമ്മ് ഹാർഡാണ്. സൈസ് സ്മോൾ ആണ്. എത്ര ഇയേഴ്സ് നിൽക്കൂലേ. ഇങ്ങനെയാണ് നമ്മൾ ടേബിൾ ഫില്ല് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇതുപോലെ നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ ഏതൊക്കെ പ്ലാന്റ്സ് ഉണ്ടോ നോക്കിയിട്ട് ഇതുപോലെ ഈ ടേബിൾ കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, വാട്ട് ഡിഡ് യു ലേൺ ഫ്രം ദ ടേബിൾ? നിങ്ങൾ എന്താണ് തന്നിരിക്കുന്ന പട്ടികയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത്? ഓരോ പ്ലാന്റ്സും എന്താണ്? വ്യത്യാസപ്പെട്ടിരിക്കുന്നു അല്ലേ. ഓൾ പ്ലാന്റ്സ് ആർ ഡിഫർ. ഓക്കെ, ഇനി ഇവിടെ ബോക്സിൽ ഒരു കാര്യം തന്നിട്ടുണ്ട് അല്ലേ. ആരാ പറയുന്നത്? സ്പിനച്ച് ആണല്ലേ പറയുന്നത്. സ്പിനച്ച് എന്താണ്? ചീര അല്ലേ. ഐ ആൻഡ് മൈ ഫ്രണ്ട്സ് ആർ ഹെർബ്സ്. ക്യാൻ യു റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്? എന്താ പറയുന്നത്? ഞാനും എൻ്റെ കൂട്ടുകാരെയും, എൻ്റെ കൂട്ടുകാരെയും എന്താണ് വിളിക്കുന്നത്?
ഹേർബ്സ് അല്ലേ, ഓഷധികൾ. ഹേർബ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓഷധികൾ. എന്നെ എൻ്റെ കൂട്ടുകാരെയും ഓഷധികൾ എന്നാണ് വിളിക്കുന്നത്. എൻ്റെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ ചീരയുടെ അല്ലേ ഹേർബ്സിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? സോഫ്റ്റ് സ്റ്റെം ആണല്ലേ, അപ്പോൾ സ്റ്റെം ഈസ് സോഫ്റ്റ്. പിന്നെയോ സ്മോൾ സൈസ് ആണല്ലേ, സ്മോൾ സൈസ്. പിന്നെയോ നോ ഡീപ്പ് റൂട്ട്സ്, ഒരുപാട് ആഴത്തിലുള്ള വേരില്ല അല്ലേ. പിന്നെയോ ഇനി നെക്സ്റ്റ് ഇവിടെ തന്നിട്ടുള്ളത് ആരാണ്? നെക്സ്റ്റ് എന്താണ്? മാംഗോ ട്രീ ആണല്ലേ. ഡു യു നോ ആസ് വി ഗ്രോ വെരി ടോൾ വി ആർ ട്രീസ് പ്ലീസ് റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. എന്താ പറയുന്നത്? നിങ്ങൾക്ക് ഞങ്ങളെ അറിയോ, ഞങ്ങൾ വളരെ ഉയരത്തിൽ വളരുന്ന മരങ്ങളാണ് അല്ലേ. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ തന്നിട്ടുള്ളതാണ് വെരി ഹാർഡ് സ്റ്റെം അല്ലേ. പിന്നെയോ ലോങ് ലൈഫ് സ്പാൻ അല്ലേ, ഒരുപാട് കാലം നിലനിൽക്കുന്നു. നമുക്ക് പിന്നെ എന്തൊക്കെ എഴുതാം? ലീവ്സ് ഒക്കെ എഴുതാം അല്ലേ. പിന്നെ സൈസ് എഴുതാം അല്ലേ, ബിഗ് സൈസ് ആണ്, വെരി ബിഗ് സൈസ് ആണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഹിബിസ്കസ് പ്ലാന്റ് ആണല്ലേ. എന്താ ഹിബിസ്കസ് പ്ലാന്റ് പറയുന്നത്? ത്രൂ വി ആർ സ്മോൾ അവർ സ്റ്റെംസ് ആർ പ്രിറ്റി ഹാർഡ് വി ആർ കോൾഡ് shrubs റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ് അല്ലേ. എന്താ പറയുന്നത്? ഞങ്ങളുടെ തണ്ടുകൾ ഹാർഡാണെങ്കിലും ഞങ്ങളുടെ സ്റ്റെം ഹാർഡാണെങ്കിലും ഞങ്ങൾ എന്താണ്? സ്മോൾ പ്ലാന്റ്സ് ആണ്. ഞങ്ങൾ അവരെ എന്താണ്? ഹിബിസ്കസ് പ്ലാന്റ്സിനെയൊക്കെ എന്താണ് വിളിക്കുന്നത്? shrubs അല്ലേ. shrubs എന്ന് പറഞ്ഞാൽ കുറ്റിച്ചെടികൾ. കുറ്റിച്ചെടികളാണ്. അവർക്ക് തണ്ടുകൾക്ക് കട്ടിയുണ്ടെങ്കിലും അവരെന്താണ്? ചെറിയ പ്ലാന്റ്സ് ആണല്ലേ. അവരെന്താ നമ്മൾ വിളിക്കുന്നത്? shrubs റൈറ്റ് ഡൗൺ അവർ ഫീച്ചേഴ്സ്. എന്താ പറയുന്നത്? അവരുടെ പ്രത്യേകതകൾ എഴുതാനാണ് പറയുന്നത്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഹാർഡ് സ്റ്റെം അല്ലേ. പിന്നെയോ മീഡിയം സൈസ് പ്ലാന്റ് എന്ന് എഴുതാം. പിന്നെയോ ഹാവ് ലോങ് ലൈഫ് സ്പാൻ അല്ലേ, ഒരുപാട് കാലം നിലനിൽക്കാൻ കഴിയും അല്ലേ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? പ്ലാന്റ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. എന്തൊക്കെയായിരുന്നു? ഹെർബ്സ്, ട്രീസ്, shrubs അല്ലേ. ഇത്ര പ്ലാന്റ്സ് നമ്മുടെ സറൗണ്ടിങ്സിൽ ഉണ്ട്. നെക്സ്റ്റ്, who else belongs to the group of spinach, hibiscus and mango tree? എന്താ പറയുന്നത്? ചീര അല്ലേ, സ്പിനച്ച്, പിന്നെ ഹിബിസ്കസ് ചെമ്പരത്തി, മാംഗോ ട്രീ മാവ് എന്നിവയുടെ കൂട്ടത്തിൽ വേറെ ഏതൊക്കെ പ്ലാന്റ്സിനെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യിക്കാം എന്നുള്ളതാണ്. താഴെ ഒരു പട്ടിക തന്നിട്ടുണ്ട് അല്ലേ. നമ്മൾ സ്പിനച്ച്, ഹെർബ്സും മാംഗോ ട്രീ ട്രീസിലും പിന്നെ ഹിബിസ്കസ് പ്ലാന്റ് shrubsലുമാണ് വരുന്നത് എന്ന് പഠിച്ചു അല്ലേ. കൂട്ടത്തിൽ പെടുന്ന മറ്റാരൊക്കെ എന്നുള്ളത് എഴുതാൻ വേണ്ടിയിട്ട് ഇവിടെ ടേബിൾ തന്നിട്ടുണ്ട്. നമുക്കത് ഫില്ല് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് വൺ ഹെർബ്സ് ആണല്ലേ. ഹെർബ്സിൽ ഓഷധിയിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെയാണ്? സ്പിനച്ച് അല്ലേ, എന്താണ്? ചീര അല്ലേ. നെക്സ്റ്റ് എന്താണ് നമുക്ക് കൊടുക്കാം? ടൊമാറ്റോ, പിന്നെയോ പ്ലാന്റെയിൻ, പിന്നെയോ ബ്രിഞ്ചൽ പ്ലാന്റ് അല്ലേ, ബ്രിഞ്ചലിൻ്റെ പ്ലാന്റ്, പിന്നെയോ പെപ്രോമിയ, പിന്നെയോ പാഡി, പിന്നെ ബേസിൽ അല്ലേ. ഇത്രയും കാര്യങ്ങൾ എന്താണ്? ഹെർബ്സിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? shrubs അല്ലേ. shrubൽ എന്താണ്? shrub എന്ന് പറഞ്ഞാൽ എന്താണ്? കുറ്റിച്ചെടികളില്ലേ. ഏതൊക്കെയാണ് വരുന്നത്? ഹിബിസ്കസ്, പിന്നെയോ റോസ്, ഇക്സോറ, ജാസ്മിൻ, ടീ പ്ലാന്റ്, ലെമൺ പ്ലാന്റ്, ഇതൊക്കെ എന്താണ്? shrubsൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ട്രീ അല്ലേ, മരങ്ങൾ അല്ലേ. ഏതൊക്കെയാണ്? മാംഗോ ട്രീ അല്ലേ, പിന്നെയോ ജാക്ക് ഫ്രൂട്ട് ട്രീ, ബനിയൻ ട്രീ, തേക്ക്, റബ്ബർ, പിന്നെയോ കോക്കനട്ട് ട്രീ, ഇതൊക്കെ എന്താണ്? ട്രീയിൽ വരുന്നതാണ്. നെക്സ്റ്റ് എന്താണ്? ഡ്രോ ആൻഡ് കണക്റ്റ് അല്ലേ, ചേർത്ത് വരയ്ക്കാനാണ് പറയുന്നത്. ഇവിടെ പിക്ചർ തന്നിട്ടുണ്ട് അല്ലേ, ഓരോ പ്ലാന്റ്സിൻ്റെയും പിക്ചർ തന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ഷ്രബ്, ഹെർബ്, ട്രീ അല്ലേ. ഷ്രബ്, ഹെർബ്, ട്രീ എന്ന് തന്നിട്ടുണ്ട്. അത് ഇതിലേത് പ്ലാന്റ് ആണെങ്കിൽ അതിലേക്ക് വരച്ച് ചേർക്കാനാണ് പറയുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഇതിൽ ഷ്രബ് ഏതാണ്? ഷ്രബിൽ റോസ് വരും. പിന്നെയോ ഇക്സോറ അല്ലേ. പിന്നെ ഏതൊക്കെയാണ് വരിക? ഇക്സോറയും റോസ് എന്താണ്? ഷ്രബാണ്. പിന്നെ ഹെർബിൽ ഏതൊക്കെ വരും? ഹെർബിൽ പാഡി, പിന്നെ സ്പിനച്ച്, പിന്നെന്താണ് വരിക? മുക്കുറ്റി അല്ലേ. ഇവിടെ മുക്കുറ്റിയുടെ പ്ലാന്റ് ഉണ്ട്. മുക്കുറ്റി എന്തിൽ വരും? ഹെർബിൽ വരും. നെക്സ്റ്റ് ട്രീ ആണ്. ട്രീ എന്താണ്? അവിടെ കോക്കനട്ട് ട്രീ തന്നിട്ടുണ്ട്. പിന്നെ ബനിയൻ ട്രീ തന്നിട്ടുണ്ട് അല്ലേ. നെക്സ്റ്റ് എന്താണ്? വൈൻ പ്ലാന്റ്സ് അല്ലേ, വള്ളിച്ചെടികൾ അല്ലേ. എന്താണ്?
ഇവിടെ ഒരു പംകിൻ്റെ പ്ലാന്റ് തന്നിട്ടുണ്ട് അല്ലേ. എന്താ പറയുന്നത്? ഫ്രണ്ട്സ്, വി ആർ വൈൻ പ്ലാന്റ്സ്, വി ടു ആർ ഹിയർ. എന്താണ്? നമ്മൾ 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സുകൾ പഠിച്ചില്ലേ? 3 ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് പഠിച്ചു. ഏതൊക്കെയാണ്? ഹെർബ്സ്, ഷ്രബ്സ്, ട്രീസ്. അതുപോലെ നമ്മുടെ ഭൂമിയിലുള്ള മറ്റൊരു പ്ലാന്റ് ആണ് എന്ത്? വൈൻ പ്ലാന്റ്സ് അല്ലേ. വള്ളിച്ചെടികൾ, വള്ളിയായിട്ട് കാണപ്പെടുന്ന ചെടികൾ. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഇതുപോലുള്ള വൈൻ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ലെറ്റസ്റ്റ് റൈറ്റ്. നമുക്ക് എഴുതി നോക്കാം. എന്തൊക്കെയാണ്? സ്പ്രെഡ്സ് ലൈക്ക് എ ക്രീപ്പർ. എന്താ പറയുന്നത്? ഇവർ വള്ളികളായിട്ട് പടർന്നു പോവുകയാണ് ചെയ്യുന്നത്. കനോട്ട് സ്റ്റാൻഡ് അപ്പ് അലോൺ. ഒറ്റയ്ക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. അതിങ്ങനെ മറ്റുള്ള മരങ്ങളിൽ പടർന്ന് കയറി പോയിട്ടാണല്ലേ വളരുന്നത്. നെക്സ്റ്റ് എന്താണ്? ക്ലൈംബിങ് ഹാബിറ്റ് അല്ലേ. അത് മറ്റുള്ള മരങ്ങളിൽ പിടിച്ച് കയറാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട് ഇവർക്ക് അല്ലേ. പിന്നെ ഫാസ്റ്റ് ഗ്രോത്ത്, പെട്ടെന്ന് വളരും. വൈൻ പ്ലാന്റ്സ് എന്താണ്? പെട്ടെന്ന് വളരും, ഗ്രോ ചെയ്യും. ഓക്കെ, ഇതാണ് വൈൻ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്. ഒബ്സർവ് യുവർ സറൗണ്ടിങ്സ്, ഫൈൻഡ് ഔട്ട് ആൻഡ് നോട്ട് ഡൗൺ മോർ എക്സാമ്പിൾ ഫോർ വൈൻ പ്ലാന്റ്സ്. എന്നാ പറയുന്നത്? നിങ്ങളുടെ ചുറ്റുപാടും നിരീക്ഷിച്ചിട്ട് വൈൻ പ്ലാന്റ്സിന് എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. എന്തൊക്കെ എഴുതി കൊടുക്കാം നമുക്ക്? ബീറ്റർ ഗോഡ്, ക്യുക്കുംബർ, പാഷൻ ഫ്രൂട്ട്, ഐവി ഗോഡ്. ഇതൊക്കെ എന്താണ്? വൈൻ പ്ലാന്റ്സ് ആണ് അല്ലേ. ഇതൊക്കെ നമ്മുടെ സറൗണ്ടിങ്സിലുള്ള വൈൻ പ്ലാന്റ്സ് ആണ്. ഇനി ഇവിടെ താഴെ ബോക്സിൽ എന്താണ് പറയുന്നത്? വൈൻ പ്ലാന്റ്സ് ആർ ഓഫ് 2 ടൈപ്സ്. Those that spread and grow along the ground, and those that grow upwards by holding on to or by spreading along a support. എന്താ പറയുന്നത്? വള്ളിച്ചെടികളിലെ വൈൻ പ്ലാന്റ്സ് എന്താണ്? 2 തരത്തിലുള്ള 2 ടൈപ്സ് ആണ് ഉള്ളത്. എങ്ങനെയാണ്? അവർ സ്പ്രെഡ് ചെയ്യുക അല്ലേ, ഗ്രൗണ്ടിൽ സ്പ്രെഡ് ചെയ്യുന്ന, നിലത്ത് പടർന്ന് വരുന്നവയും, പിന്നെ ഹോൾഡിങ് ഓൺ ടു അല്ലേ, അപ്വേർഡ്സ് ബൈ ഹോൾഡിങ് അല്ലേ, മുകളിലേക്ക് പടർന്നു വരുന്നതും. പിന്നെന്താണ്? മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്തില്ലേ, മറ്റുള്ള മരങ്ങളിൽ പറ്റിപ്പിടിച്ച് വളരുന്നതും ഉണ്ട്. നിലത്ത് ഗ്രൗണ്ടിൽ പടർന്നു പോകുന്നതും ഇതും ഉണ്ട്. സ്പ്രെഡ് ചെയ്ത് വളരുന്ന പ്ലാന്റ്സും ഉണ്ട്. മനസ്സിലായില്ലേ എന്തൊക്കെയാണ് വൈൻ പ്ലാന്റ്സ് ഉള്ളത്? ഒന്ന്, നിലത്ത് കൂടെ സ്പ്രെഡ് ചെയ്യുക, ഗ്രൗണ്ടിലൂടെ സ്പ്രെഡ് ചെയ്ത് പോകുന്നതും, പിന്നെ മരങ്ങളിൽ അതുപോലെ മുകളിലേക്ക് വളർന്ന് ക്ലൈംബ് ചെയ്ത് പോകുന്നത് അല്ലേ. നെക്സ്റ്റ് നോക്കൂ, പ്ലാന്റ്സ് ഇൻ വാട്ടർ. പ്ലാന്റ്സ് ദാറ്റ് ഗ്രോ ഇൻ വാട്ടർ ആർ വാട്ടർ പ്ലാന്റ്സ്. എന്താണ്? വെള്ളത്തിൽ വളരുന്ന ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ ജലസസ്യങ്ങൾ, വാട്ടർ പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ജലത്തിൽ വളരുന്ന സസ്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വാട്ടർ പ്ലാന്റ്സ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് ദീസ് പ്ലാന്റ്സ്? ഈ വാട്ടർ പ്ലാന്റ്സിലെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ഫീച്ചേഴ്സ്, പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. ലെറ്റസ്റ്റ് റൈറ്റ്. നമുക്ക് എഴുതി നോക്കാം അല്ലേ. എന്തൊക്കെയാണ്? റൂട്ട്സ് ആർ സ്മോളർ ആൻഡ് ലൈറ്റ്. അതിൻ്റെ റൂട്ട്സ് എന്താണ്? വളരെ തിന്നാണ് അല്ലേ, വളരെ നേരിയതായിട്ടുള്ള റൂട്ട്സ് ആണ് അല്ലേ. പിന്നെയോ ലീവ്സ് ആർ ബിഗ് ഇൻ സൈസ് അല്ലേ, ലീവ്സിൻ്റെ സൈസ് എന്താണ്? ബിഗ് സൈസ് ആയിരിക്കും. പിന്നെ ലീവ്സ് ഇൻ പ്ലാന്റ്സ് ആർ കോട്ടഡ് ഇൻ വാക്സി ക്യൂട്ടിക്കിൾസ്. ഇതിൻ്റെ ഇങ്ങനെ വാട്ടർ പ്ലാന്റ്സിൻ്റെ ലീവ്സിൽ എന്താണ്? മെഴുക്, വാക്സിൻ്റെ പോലുള്ളൊരു ആവരണം ഉണ്ട്, മെഴുകിൻ്റെ പോലുള്ളൊരു ആവരണം കാണപ്പെടാം. ഫൈൻഡ് ഔട്ട് മോർ വാട്ടർ പ്ലാന്റ്സ് ആൻഡ് നോട്ട് ദം ഡൗൺ. എന്താ പറയുന്നത്? കൂടുതൽ വാട്ടർ പ്ലാന്റ്സിനെ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്, അവയുടെ പേര്. എന്തൊക്കെ എഴുതാം നമുക്ക്? ലോട്ടസ് ഉണ്ട് അല്ലേ, ലോട്ടസ് ഉണ്ട്. പിന്നെയോ വാട്ടർ ലിലീസ് ഉണ്ട്. പിന്നെയോ മണി പ്ലാന്റ്, ഡക്ക് വീഡ് ഉണ്ട്, ലക്കി ബാമ്പു ഉണ്ട്. പിന്നെ വാട്ടർ ലെറ്റസ് ഉണ്ട് അല്ലേ. ഇതൊക്കെ എന്താണ്? വാട്ടർ പ്ലാന്റ്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? പേജ് നമ്പർ 13 ലൈഫ് ഇൻസൈഡ് ദ സീഡ് അല്ലേ. വിത്തിനുള്ളിലെ ജീവൻ, ലൈഫ്, ജീവൻ. എന്താണ്? ഇവിടെ ഒരു പ്ലാന്റ് ഉണ്ട് അല്ലേ. വാവ്, ലൈറ്റ് അറൗണ്ട്, ഐ ആം എബോവ് ദ സോയിൽ. എന്താണ്? ഹൈ, ലൈറ്റ് അറൗണ്ട്, വെളിച്ചം വന്നുല്ലേ, ഞാൻ എന്താണ്? മുകളിലെത്തി, മണ്ണിന് മുകളിലെത്തി. ഹാവ് യു സീൻ സീഡ്സ് ജെർമിനേറ്റിംഗ്? ലെറ്റസ് ജെർമിനേറ്റ് എ സീഡ്. എന്താണ്? നിങ്ങൾ വിത്തിലെ സീഡ് എന്ന് പറഞ്ഞാൽ വിത്ത്, ജെർമിനേറ്റിംഗ് മുളച്ചു വരുന്നത്. അപ്പോൾ വിത്ത് മുളച്ചു വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഒരു വിത്ത് മുളപ്പിക്കാം. എന്താണ്? ഫിൽ എ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ് വിത്ത് സാൻഡ്, പ്ലാന്റ് 3 or 4 പീ സീഡ്സ് സ്ലൈറ്റ്ലി അണ്ടർ ദ സാൻഡ് ക്ലോസ് ടു ദ ഗ്ലാസ് അല്ലേ. എന്താ പറയുന്നത്? ഒരു ഗ്ലാസ് എടുത്തിട്ട്, സുതാര്യമായ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിൽ മണൽ ഫില്ല് ചെയ്യുക.
എന്നിട്ട് അതിൽ 3 4 അല്ലേ 3 or 4 പീ സീഡ്സ് എന്ത് ചെയ്യുക, മണ്ണിൽ താഴ്ത്തിയിട്ട് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാം, വെറ്റ് ദ സാൻഡ് അല്ലേ, നനയ്ക്കുക അല്ലേ. പിന്നെ കീപ്പ് ഇറ്റ് ഫോർ എ ഫ്യൂ ഡേയ്സ്, എന്നിട്ട് അതിനിങ്ങനെ 3 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം ഇങ്ങനെ നോക്കി നിരീക്ഷിക്കുക. ഒബ്സർവ് ദ സീഡ് ജെർമിനേറ്റിംഗ്, അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യാം, അതിനെ സീഡ് ജെർമിനേറ്റ് ചെയ്യുന്നത് ഫ്യൂ ഡേയ്സ് എന്ത് ചെയ്യണം, നിങ്ങൾ ഒബ്സർവ് ചെയ്യണം. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ, എന്തൊക്കെ മാറ്റങ്ങൾ ഓരോ ദിവസങ്ങളിലും ഓരോ മാറ്റങ്ങൾ ആ വിത്തിന് സംഭവിക്കും, അത് എന്തൊക്കെയാണ്. വിച്ച് പാർട്ട് ഓഫ് ദി സീഡ് വിൽ ജെർമിനേറ്റ് ഫസ്റ്റ്, നിങ്ങൾ എന്നിട്ട് എന്ത് ചെയ്യണം, അതിൽ ഏത് പാർട്സാണ് ആദ്യം ജെർമിനേറ്റ് ചെയ്ത് മുളച്ച് വന്നത് എന്നുള്ളത് കണ്ടെത്തണം. ഏതായിരിക്കും, റൂട്ടാണ് കേട്ടോ. ഹൗ മെനി ഡേയ്സ് വിൽ ടേക്ക് ഫോർ ദി ഫസ്റ്റ് ലീവ്സ് ടു സ്പ്രൗട്ട്, എന്താണ്, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൽ സീഡ് ജെർമിനേറ്റ് ചെയ്ത് വന്നിട്ട് അതിലൊരു ലീഫ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ലീഫ് സ്പ്രൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, എത്ര ദിവസം എടുത്തു അല്ലേ, എത്രാമത്തെ ദിവസമായിരിക്കും ഇല വന്നത്. ഒബ്സർവ്, ഡിസ്കസ് യുവർ ഫൈൻഡിങ്സ് വിത്ത് ഫ്രണ്ട്സ് ആൻഡ് റൈറ്റ് ദം ഡൗൺ ഇൻ യുവർ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡ്രോ പിക്ചർ ടു, എന്താ ചെയ്യുന്നത്, ഇത് നിരീക്ഷിച്ചിട്ട് നിങ്ങളുടെ ഫൈൻഡിങ്സ് നിങ്ങളുടെ കൂട്ടുകാരുമായി ചർച്ച ചെയ്തിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. കൂടെ അതിൻ്റെ പിക്ചർ വരയ്ക്കുകയും വേണം. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, മൈ പ്ലാന്റ് ആണ് അല്ലേ, ആക്ടിവിറ്റി റിപ്പോർട്ട് അല്ലേ. ആക്ടിവിറ്റി റിപ്പോർട്ട് ചെയ്യാൻ എന്താണ്, നിങ്ങളിതുപോലെ ഏതെങ്കിലും ഒരു സീഡ് എന്ത് ചെയ്യുക, ജെർമിനേറ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. എന്നിട്ട് ഇതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഏത് ഡേറ്റിലാണ്, എങ്ങനെ എത്രാമത്തെ ദിവസമാണ് വന്നത് എന്നുള്ളതൊക്കെ എഴുതി ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ അത് നിങ്ങൾ ഓരോരുത്തരും ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും സീഡ് എടുത്തിട്ട് നമ്മൾ മുകളിൽ പറഞ്ഞ രീതിയിലല്ലേ ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സൊക്കെ എടുത്തിട്ട് അതിൽ സാൻഡൊക്കെ നിറച്ച് വെറ്റ് വെള്ളമൊക്കെ നനച്ച് കൊടുത്തിട്ട് അതിനെ നിരീക്ഷിച്ചിട്ട് നിങ്ങൾ എഴുതി തയ്യാറാക്കേണ്ട ഒരു റിപ്പോർട്ടാണ് ഇവിടെ താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഫില്ല് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, പ്ലാന്റ്സ് നോട്ട് ഓൺലി ഫ്രം സീഡ്സ്, എന്താ പറയുന്നത്, വിത്തിൽ നിന്നല്ലാതെയും ചെടികൾ ഉണ്ടാവും അല്ലേ. ഓക്കെ, എന്താണ് ഇവിടെ 2 പേര് ഇരുന്നിട്ട് കോൺവെർസേഷൻ ആണ് അല്ലേ. എന്താണ് ബോയ് പറയുന്നത്, സീ ദ സാപ്ലിങ്സ്, ദേ ആർ ഫോംഡ് ഫ്രം ദ റൂട്ട് ഓഫ് ദി കറി ലീഫ് പ്ലാന്റ് അല്ലേ. എന്താ പറയുന്നത്, നോക്കൂ ഈ തൈ അത് എവിടെ നിന്നാണ് ഉണ്ടായത്, ഇതിൻ്റെ റൂട്ടിൽ നിന്നാണ് ഉണ്ടായത്. ഇതെന്താണ്, കറിവേപ്പിൻ്റെ മരം അല്ലേ. കറിവേപ്പിൻ്റെ മരം എവിടെ നിന്നാണ് ഉണ്ടായത്, അതിൻ്റെ റൂട്ടിൽ നിന്നാണ് ഇതിൻ്റെ തൈ ഉണ്ടായിട്ടുള്ളത് എന്ന് പറയാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഗേള് പറയുന്നത്, ബട്ട് ദ സാപ്ലിങ്സ് ഓഫ് ദി മിറാക്കിൾ ലീവ്സ് പ്ലാന്റ്സ് ഇലമുളച്ചി ആർ ഫോംഡ് ഫ്രം ദെയർ ലീവ്സ്. അപ്പോൾ നോക്കൂ, എന്താണ് ഈ ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ വന്നിട്ടുള്ളത് എന്നാണ് ഗേള് പറയുന്നത്. എന്താ ബോയ് പറഞ്ഞത്, കറി ലീഫ് പ്ലാന്റ് എൻ്റെ സാപ്ലിങ്സ് എവിടുന്നാണ് വന്നത്, അതിൻ്റെ റൂട്ടിൽ നിന്നാണ്. ഇലമുളച്ചിയുടെ സാപ്ലിങ്സ് എവിടുന്നാണ് വന്നത്, ലീവ്സിൽ നിന്നാണ് അല്ലേ. സൈറ ആൻഡ് ഹെർ ഫ്രണ്ട്സ് ഡിസൈഡഡ് ടു പ്ലാന്റ് ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, പംകിൻ, മാംഗോ ട്രീ, ജാസ്മിൻ ആൻഡ് കടപ്ലാവ് ഫോർ എക്സ്പാൻഡിങ് ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. Classify these plants according to which part of them is planted. Find out more plants in these categories. എന്താ പറയുന്നത്, ഇവിടെ ചെത്തി, ഹിബിസ്കസ്, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയ ചെടികൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ നടാൻ തീരുമാനിച്ചിട്ടുണ്ട് സൈറയും കൂട്ടുകാരും. അപ്പോൾ അതിനെ നടുന്ന ഏത് ഭാഗം ഉപയോഗിച്ചിട്ടാണത് നടുന്നത് എന്നുള്ളത് ക്ലാസിഫൈ അല്ലെങ്കിൽ ഇവിടെ എഴുതുവാനാണ് പറയുന്നത്. ഓക്കെ, സീഡ് തന്നിട്ടുണ്ട്, റൂട്ട് തന്നിട്ടുണ്ട്, സ്റ്റെമ്മ് തന്നിട്ടുണ്ട്, ലീഫ് തന്നിട്ടുണ്ട്. ഓക്കെ, സീഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ ജെർമിനേറ്റ് ചെയ്യുന്നത് ഏതൊക്കെയാണ്, മാംഗോ ട്രീ ആൻഡ് പംകിൻ അല്ലേ. ഇനി റൂട്ട് ഏതാണ്, കടപ്ലാവ് അല്ലേ. പിന്നെ സ്റ്റെമ്മ് ഹിബിസ്കസ്, റോസ്, ജാസ്മിൻ ആൻഡ് ചെത്തി അല്ലേ. ലീവ്സ് ഏതാണ്, നിശാഗന്ധി. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ ഇൻക്ലൂഡ് ചെയ്യിക്കാം അല്ലേ. നമുക്ക് സീഡിൽ ഏതൊക്കെ ഉണ്ടാകും, ഏതൊക്കെ വരും സീഡിൽ, ക്യുക്കുംബർ അല്ലേ. പിന്നെ ഏതൊക്കെ വരും, ജാക്ക് ഫ്രൂട്ട് അല്ലേ. ഇതൊക്കെ എന്താണ്, കോക്കനട്ട്, ഇതൊക്കെ എന്താണ്, സീഡ് ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്ന പ്ലാന്റ്സ് ആണ് അല്ലേ. റൂട്ടിൽ ഏതൊക്കെ വരും, ഗോൾഡൻ ഷവർ പ്ലാന്റ് ആൻഡ് കറി ലീഫ് അല്ലേ.
കറി ലീഫ് പ്ലാന്റ് അല്ലേ, ഗോൾഡൻ ഷവർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കണിക്കൊന്ന അല്ലേ. കണിക്കൊന്ന എന്താണ്? റൂട്ടിലൂടെ ജെർമിനേറ്റ് ചെയ്തുണ്ടാവുന്നതാണ് കേട്ടോ. കറി ലീവ്സും അല്ലേ, കറി ലീഫ് പ്ലാന്റും അല്ലേ. ഇനി ലീഫിൽ ഏതൊക്കെയാണ്? നിശാഗന്ധി, അതുപോലെ ഇലമുളച്ചി. ഓക്കെ നെക്സ്റ്റ് എന്താണ്? പ്ലാന്റ്സ് പാർട്സ് ആൻഡ് ദെയർ ഫങ്ഷൻസ് അല്ലേ. സസ്യഭാഗങ്ങളും അതിൻ്റെ ഫങ്ഷൻസും ധർമ്മങ്ങളും അല്ലേ. വൈ ഡസ് എ പ്ലാന്റ്സ് ഹാവ് ഡിഫറെൻറ്റ് പാർട്സ്? എന്തിനാണ് ഓരോ സസ്യങ്ങൾക്കും വ്യത്യസ്ത ഭാഗങ്ങൾ? ആർ ഓൾ ദ പാർട്സ് ഇമ്പോർട്ടൻറ്റ്? ഓരോ ഭാഗങ്ങളും അതിന് ഓരോന്നിനും ഇമ്പോർട്ടൻസ് ഉണ്ടോ? അതിനായിട്ട് നമ്മളിവിടെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പോവാണ്. എന്തൊക്കെയാണ്? പ്ലേസ് 3 ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ സ്റ്റാൻഡ്. എന്താ പറയുന്നത്? നമ്മളൊരു സ്റ്റാൻഡിൽ 3 ടെസ്റ്റ് ട്യൂബുകൾ വയ്ക്കുക. ഫിൽ ദ ഫസ്റ്റ് ടെസ്റ്റ് ട്യൂബ് വിത്ത് വാട്ടർ. ഫിൽ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് വിത്ത് റെഡ് കളർ വാട്ടർ ഇൻ ദ സെയിം എമൗണ്ട്. കീപ് ദ തേർഡ് ടെസ്റ്റ് ട്യൂബ് വിതൗട്ട് വാട്ടർ. എന്താ പറയുന്നത്? നമ്മൾ 3 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. അതിൽ ഫസ്റ്റിലെ ടെസ്റ്റ് ട്യൂബിൽ വാട്ടർ ഫില്ല് ചെയ്യുക. സെയിം എമൗണ്ടിൽ സെക്കൻഡിൽ റെഡ് കളർ സെയിം എമൗണ്ടാണ് റെഡ് കളർ വാട്ടർ ഫില്ല് ചെയ്യുക. ഇനി മൂന്നാമത്തേതിൽ ഒന്നും ഇല്ലാതെ, അതായത് വിത്തൗട്ട് വാട്ടർ. കീപ് 3 ക്ലേവീഡ് പ്ലാന്റ്സ്, അതായത് മഷിത്തണ്ട്, 3 മഷിത്തണ്ട് എടുക്കുക. എന്നിട്ട് ക്ലേർവീഡ് പ്ലാന്റ്സ് ഓഫ് ദി സെയിം സൈസ് ആൻഡ് അൺഡാമേജ്ഡ് റൂട്ട്സ് ഇൻ സൺലൈറ്റ് ഫോർ 10 minutes. എന്താ പറയുന്നത്? നമ്മൾ എന്ത് ചെയ്യുക? മഷിത്തണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യുക? അത് 10 മിനിറ്റ് സൺലൈറ്റിൽ വെയിലത്ത് വെച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ആൻഡ് ദെൻ കീപ് ദം ഇൻ സെപ്പറേറ്റ് ടെസ്റ്റ് ട്യൂബ്സ്. എന്നിട്ട് ഓരോ ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് അത് വയ്ക്കുക. 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം അത് എടുത്തിട്ട് എന്ത് ചെയ്യുക? ഓരോ ടെസ്റ്റ് ട്യൂബുകളിലായിട്ട് വയ്ക്കുക. കീപ് ദ ടെസ്റ്റ് ട്യൂബ്സ് ഇൻ എ പ്ലേസ് വേർ ദേ ക്യാൻ ഗെറ്റ് സൺലൈറ്റ്. എന്നിട്ട് എന്ത് ചെയ്യുക? ഈ ടെസ്റ്റ് ട്യൂബ് സൺലൈറ്റ് കിട്ടുന്ന ഭാഗത്ത് വയ്ക്കുക. ഒബ്സർവ് ദ ചേഞ്ചസ് ഹാപ്പനിങ് ടു ദ പ്ലാന്റ്സ് ആൻഡ് ദ വാട്ടർ ഇൻ ദ ടെസ്റ്റ് ട്യൂബ്സ്. എന്താ പറയുന്നത്? എന്നിട്ട് ചെടികളിലെ ഓരോ ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിൽ ഉണ്ടാവുന്ന വെള്ളത്തിനും ഉണ്ടാവുന്ന മാറ്റങ്ങൾ ഒബ്സർവ് ചെയ്യാനാണ് പറയുന്നത്. വാട്ട് ചേഞ്ചസ് ക്യാൻ യു സീ? നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണാൻ പറ്റുന്നത്? വാട്ട് ഹാപ്പൻ ടു ദ പ്ലാന്റ്സ് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് വിത്തൗട്ട് വാട്ടർ? വാട്ട് ഈസ് ദ റീസൺ? അപ്പോൾ നമ്മുടെ വിത്തൗട്ട് വാട്ടറിൽ വെച്ച ടെസ്റ്റ് ട്യൂബിൽ ഒരു മഷിത്തണ്ട് നമ്മൾ വെച്ചിരുന്നു അല്ലേ. അതിനെന്ത് പറ്റി? വാട്ട് ഹാപ്പൻ? എന്ത് പറ്റി? എന്താണ് അതിൻ്റെ റീസൺ? ഹൗ ഡിഡ് ദ കളർ ഓഫ് ദി പ്ലാന്റ്സ് സ്റ്റെം ഇൻ ദ സെക്കൻഡ് ടെസ്റ്റ് ട്യൂബ് ചേഞ്ച്? വാട്ട് ഈസ് ദ റോൾ ഓഫ് ദി റൂട്ട് ഇൻ ദിസ് ചേഞ്ച്? റൈറ്റ് യുവർ ഫൈൻഡിങ്സ് ആസ് ആൻ എക്സ്പെരിമെൻറ്റ് നോട്ട് ഇൻ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറി. ഡോണ്ട് ഫോർഗെറ്റ് ടു ഡ്രോ ദ പിക്ചേഴ്സ്. എന്താ പറയുന്നത്? ഈ 3 ടെസ്റ്റ് ട്യൂബിലെയും മഷിത്തണ്ടിന് വന്ന ചേഞ്ചസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. വാട്ടറിൽ വെച്ച വാട്ടർ ടെസ്റ്റ് ട്യൂബിൽ വെച്ച മഷിത്തണ്ട് എന്താണ്? അതുപോലെ അല്ലേ ഗ്രോ ചെയ്തു പോകുന്നുണ്ട്. ഇനി റെഡ് കളറിൽ വെച്ച മഷിത്തണ്ടിന് എന്ത് സംഭവിച്ചു? അതിൻ്റെ സ്റ്റെമ്മൊക്കെ റെഡ് കളറായില്ലേ, ലീഫൊക്കെ. അതെന്തുകൊണ്ടാണ്? ആ റെഡ് കളർ വാട്ടർ ഈ മഷിത്തണ്ടിൻ്റെ റൂട്ട് വലിച്ചെടുത്തൂലേ. അതിന് വളരാൻ വേണ്ടിയിട്ട് വലിച്ചെടുത്തപ്പോഴാണ് അതിൻ്റെ ഇലകളിലൂടെയും തണ്ടിലൂടെയൊക്കെ ആ റെഡ് കളർ വന്നു. ഇനി വിത്തൗട്ട് വാട്ടറിലെ ടെസ്റ്റ് ട്യൂബിൽ നമ്മളൊരു വിത്തൗട്ട് വാട്ടറിലൊരു പ്ലാന്റ് വെച്ചില്ലേ, അതെന്തായിട്ടുണ്ടാവും? ഡ്രൈ ആയിട്ടുണ്ടാവില്ലേ, ഉണങ്ങിപ്പോയിട്ടുണ്ടാവും. അതിന് വളരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം കിട്ടിയില്ല. അതുകൊണ്ട് എന്താണ്? അത് നശിച്ചു പോകും അല്ലേ, വാടിപ്പോകും. ഒരു ബ്ലൂ കളറിലൊരു ബോക്സ് തന്നിട്ടുണ്ട് അല്ലേ. അതിലെന്താണ് എഴുതിയിട്ടുള്ളത്? പ്ലാന്റ്സ് പ്രിപ്പയർ ദ ഫുഡ് ദാറ്റ് ദേ നീഡ് ഇൻ ദെയർ ലീവ്സ്. ദിസ് ഈസ് യൂസ്ഡ് ഫോർ ദെയർ ഗ്രോത്ത്. ദ റിമൈനിങ് ഫുഡ് ഈസ് സ്റ്റോർഡ് ഇൻ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദി പ്ലാന്റ്. ദ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. എന്താ പറയുന്നത്? ചെടികൾ അവയ്ക്ക് ആവശ്യമായിട്ടുള്ള ഫുഡ് എവിടെ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീവ്സിലെ ഇലകളിൽ നിന്നാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഇത് അവയുടെ ഗ്രോത്തിനായിട്ട് യൂസ് ചെയ്യണം. അവർ വളരുന്നതിന് വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യുന്നു. പിന്നെ ബാക്കി വരുന്ന ഫുഡ് ഐറ്റംസ് എന്ത് ചെയ്യും? അവർ സ്റ്റോർ ചെയ്യുന്നത് എവിടെയാണ്? സ്റ്റെമ്മിൽ സ്റ്റോർ ചെയ്യും അല്ലേ. മറ്റ് ഭാഗങ്ങളിൽ, ചെടിയുടെ വിവിധ ഭാഗങ്ങളിലായിട്ട് സ്റ്റോർ ചെയ്ത് വയ്ക്കും. എന്നിട്ട് അതർ ഓർഗാനിസംസ് യൂസ് ഇറ്റ് ആസ് ദെയർ ഫുഡ്. എന്നിട്ടത് മറ്റ് ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോഴെന്താണ്? പ്ലാന്റ്സ് ഫുഡ് എവിടെ വെച്ചിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്? ദെയർ ലീവ്സിലെ അവരുടെ ഇലകളിൽ വെച്ചിട്ടാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കൂ, മാച്ച് ദ ഫോളോയിങ്.
എന്താണ് വരച്ച് യോജിപ്പിക്കാൻ അല്ലേ, മാച്ച് ചെയ്യാനാണ്. ഇവിടെ എന്താ തന്നിട്ടുള്ളത്? സ്റ്റെമ്മ്, ലീഫ്, റൂട്ട് തന്നിട്ടുണ്ട്. അതിൻ്റെ ഫങ്ഷൻസ് ആണ് അപ്പുറത്തുള്ള ബോക്സിൽ തന്നിട്ടുള്ളത്. എന്താ തന്നിട്ടുള്ള ഫങ്ഷൻസ് നമുക്ക് വായിച്ച് നോക്കാം. ഫിക്സസ് ദ പ്ലാന്റ്സ് ഇൻ ദ സോയിൽ. മണ്ണിൽ സസ്യത്തെ, പ്ലാന്റ്സിനെ ഫിക്സ് ചെയ്യുന്നത് ആരാണ്? റൂട്ടാണ് അല്ലേ. നെക്സ്റ്റ്, അബ്സോർബ്സ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് റിക്വയർഡ് ഫോർ ദി പ്ലാന്റ്സ് ഫ്രം ദി സോയിൽ. എന്താണ്? മണ്ണിൽ നിന്ന് പ്ലാന്റ്സിന് ആവശ്യമായിട്ടുള്ള വെള്ളവും പോഷകമൊക്കെ വലിച്ചെടുക്കുന്നത് ആരാണ്? അതും എന്താണ്? റൂട്ടാണ് അല്ലേ. പിന്നെ ക്യാരീസ് വാട്ടർ ആൻഡ് ന്യൂട്രിയൻസ് അബ്സോർബ്ഡ് ബൈ ദ റൂട്ട്സ് ടു ദി ലീവ്സ് എന്നാണ്. വേര് വലിച്ചെടുക്കുന്ന വെള്ളവും പോഷകങ്ങളും ലീഫിലേക്ക് ഇലകളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത് ആരാണ്? ഇവിടെ തന്നിട്ടുണ്ടല്ലേ, സ്റ്റെമ്മാണ്. ഓക്കെ, ഇനി ലാസ്റ്റ് എന്താണ്? പ്രിപ്പയർ ദ ഫുഡ് നീഡഡ് ബൈ ദ പ്ലാന്റ്സ്. നമ്മൾ നേരത്തെ പഠിച്ചു അല്ലേ, തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചു. ആരായിരുന്നു പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്? ലീഫ്. നെക്സ്റ്റ് എന്താണ്? വെറൈറ്റി ഓഫ് ലീവ്സ് അല്ലേ. എന്താണ്? വ്യത്യസ്തമായിട്ടുള്ള ഇലകൾ അല്ലേ. ഒബ്സർവ് ദ പ്ലാന്റ്സ് ഇൻ ദ സ്കൂൾ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ ബൈ ലിസ്റ്റിംഗ് ഫീച്ചേഴ്സ് ഓഫ് ദെയർ ലീവ്സ്. എന്താ പറയുന്നത്? നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള പ്ലാന്റ്സ് നിരീക്ഷിച്ചിട്ട് അവയുടെ ഇലകളുടെ സവിശേഷതകൾ എഴുതി ഈ പട്ടിക ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ താഴെ തന്നിട്ടുള്ള ടേബിൾ ഫില്ല് ചെയ്യണം. എന്താണ് തന്നിട്ടുള്ളത്? നെയിം ഓഫ് ദി പ്ലാന്റ് അല്ലേ. നമുക്ക് അറിയാവുന്ന പ്ലാന്റ്സ്, നിങ്ങളുടെ സ്കൂളിലെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിലുള്ള പ്ലാന്റിൻ്റെ പേര് എഴുതാം. എന്നിട്ട് എന്താ അതിൽ കണ്ടെത്തേണ്ടത്? ഷേപ്പ് ഓഫ് ദി ലീഫ് അല്ലേ, ഇലയുടെ ആകൃതി. പിന്നെയോ ഡു യു ലീവ്സ് സ്മെൽ, ഇലയ്ക്ക് മണമുണ്ടോ. പിന്നെയോ കളർ ദ ലീവ്സ്, ഇലയുടെ നിറം എന്നുള്ളതാണ് എഴുതേണ്ടത്. ഫസ്റ്റ് വൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് തുമ്പയാണ്. തുമ്പയുടെ ഷേപ്പ് എന്താണ്? ലോങ് ആൻഡ് ടാപ്പറിങ് അല്ലേ. പിന്നെ നെക്സ്റ്റ് എന്താണ്? അതിൻ്റെ സ്മെല്ല് എന്താണ്? അതിൻ്റെ സ്മെല്ലുണ്ട് അല്ലേ, യെസ്. കളറ് എന്താണ്? ഗ്രീൻ. നെക്സ്റ്റ് മാംഗോ ട്രീ കൊടുക്കാം. നമ്മുടെ സ്കൂളിലൊക്കെ മാംഗോ ട്രീ ഉണ്ടാവില്ലേ. നിങ്ങളുടെ സ്കൂളിൽ മാംഗോ ട്രീ ഉണ്ടെങ്കിൽ അങ്ങനെ എഴുതി കൊടുക്കാം. എങ്ങനെയായിരിക്കും മാംഗോ ട്രീ എഴുതുമ്പോൾ? ലോങ് ആൻഡ് ടാപ്പറിങ് ആണ്. പിന്നെ സ്മെല്ലുണ്ട് അല്ലേ, ഗ്രീൻ കളറാണ്. പിന്നെ ഏതൊക്കെ എഴുതാം? നിങ്ങളുടെ സ്കൂളിൽ ലോട്ടസ് ഉണ്ടോ? ലോട്ടസ് ഉണ്ടെങ്കിൽ റൗണ്ട് ഷേപ്പാണ് അല്ലേ. പിന്നെ സ്മെല്ലില്ല, നിറം എന്താണ്? ഗ്രീൻ. ഇനി ഓക്കെ, നെക്സ്റ്റ് ഫോർത്ത് എന്താണ്? പ്ലാന്റെയിൻ, വാഴ അല്ലേ. അതിൻ്റെ ഇലയുടെ ഷേപ്പ് എങ്ങനെയാണ്? ലാർജ് ആൻഡ് ലോങ്. പിന്നെയോ സ്മെല്ലുണ്ടോ? നോ അല്ലേ. കളർ എന്താണ്? ഗ്രീൻ. ഇതുപോലെ നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡിൽ മറ്റേതൊക്കെ പ്ലാന്റ്സ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ട് ഇതുപോലെ ടേബിളിൽ ഫില്ല് ചെയ്യാം. ഓക്കെ, വാട്ട് ഡിഫറൻസസ് ഡിഡ് യു ഫൈൻഡ്? ട്രൈ ടു റൈറ്റ് ദം ഡൗൺ. എന്താ പറയുന്നത്? എന്തൊക്കെ വ്യത്യാസങ്ങളാണ് നിങ്ങൾ കണ്ടെത്തിയത്? ഇവിടെ എന്താ തന്നിട്ടുള്ളത്? ദർ ഈസ് വെറൈറ്റി ഇൻ കളേഴ്സിലെ, വ്യത്യസ്ത നിറത്തിലുള്ളതാണ്. പിന്നെ ദർ ഈസ് ഇൻ വെറൈറ്റി ഇൻ സൈസ്. പിന്നെയോ ദർ ഈസ് വെറൈറ്റി ഇൻ സ്മെല്ലേ, മണത്തിലും വലിപ്പത്തിലൊക്കെ എന്താണ്? അതൊക്കെ ലീവ്സിൻ്റെ ഷേപ്പിലും ഒക്കെ എന്താണ്? അതോരോ പ്ലാന്റ്സ് എന്താണ്? ഡിഫറെൻ്റ് ആണ് അല്ലേ. പ്ലേസ് ദ ലീവ്സ് അണ്ടർനീത്ത് ദ പേപ്പർ ആൻഡ് ഡ്രോ ഓവർ ഇറ്റ് വിത്ത് ക്രയോൺ. ഒബ്സർവ് ദ പാറ്റേൺസ് എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഇല എടുത്ത് പേപ്പറിന് അടിയിൽ വെച്ചിട്ട് എന്ത് ചെയ്യുക? ക്രയോൺസ് എടുത്തിട്ട് അത് പകർത്തി വരയ്ക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇലയുടെ രൂപമല്ലേ, പാറ്റേൺ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ലീഫ് ഫിഗേഴ്സ്. എന്താണ്? ഇലയുടെ രൂപങ്ങളിലെ സീ ദ ഫിഗേഴ്സ് ഓഫ് ക്രീച്ചേഴ്സ് മെയ്ഡ് യൂസിങ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ലീവ്സ്. ക്യാൻ യു മേക്ക് സിമിലർ ഫിഗേഴ്സ്? എന്താ പറയുന്നത്? നിങ്ങൾ ഇലകൾ ഉപയോഗിച്ചിട്ട് ഇവിടെ തൊട്ടടുത്തതാക്കുന്ന ഒരു ബോക്സിൽ പാരറ്റും ഔളും ഒക്കെ തന്നിട്ടുണ്ട് അല്ലേ. അതുപോലെ നിർമ്മിക്കാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വെറൈറ്റി ഇൻ ഫ്ലവേഴ്സ് അല്ലേ. പൂക്കളിലെ വൈവിധ്യം അല്ലേ. പൂക്കൾ ഒരുപാടുണ്ട് അല്ലേ. ഒരുപാട് ടൈപ്പ് ഓഫ് ഫ്ലവേഴ്സ് ഉണ്ട് അല്ലേ നമുക്ക് ചുറ്റും. എന്താണ് ഇവിടെ തുമ്പ പ്ലാന്റ് എന്താ പറയുന്നത്? പ്ലീസ് ഡോണ്ട് പ്ലഗ് മൈ ഫ്ലവേഴ്സ് അല്ലേ. എൻ്റെ പൂക്കൾ പറിക്കരുതേ എന്ന് പറയാണ്. തുമ്പയുടെ പ്ലാന്റ് ആണല്ലേ അത്. വൈ ഡസ് ദിസ് പ്ലാന്റ് സേ നോട്ട് ടു പ്ലഗ് ദീസ് ഫ്ലവേഴ്സ്? വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് ഫ്ലവേഴ്സ് ഹു ആർ ബെനിഫിറ്റഡ്? ലിസ്റ്റ് ഔട്ട്. എന്താ പറയുന്നത്? ഈ ചെടി എന്താണ്? തുമ്പ പ്ലാന്റ് പറയുന്നുണ്ടല്ലേ പൂക്കൾ പറിക്കരുതെന്ന്. എന്തുകൊണ്ടായിരിക്കാം പൂക്കൾ അങ്ങനെ പറിക്കരുതെന്ന് പറയുന്നത്?
ആ പൂക്കൾ കൊണ്ട് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ഉള്ളത്, ആർക്കൊക്കെയാണ് ആ ബെനിഫിറ്റ്സ് കിട്ടുക എന്നുള്ളത് ഇവിടെ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? ബീസ് ഗെറ്റ് ഹണി അല്ലേ, ആ തേനീച്ചയ്ക്കില്ലേ എന്ത് ചെയ്യും? ആ തേൻ കിട്ടും. പിന്നെയോ ഫ്രൂട്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ്, എന്താണ്? ഈ പൂക്കൾ എന്താണ്? പൂക്കളാണ് എന്ത്? കായകളായിട്ട് മാറുന്നത് അല്ലേ. ഫ്ലവേഴ്സാണ് ഫ്രൂട്ട്സ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അത് ഫ്ലവേഴ്സ് പറിക്കാതിരുന്നാൽ അത് ഫ്രൂട്ട്സ് ആയിട്ട് മാറും. പിന്നെയോ ബേർഡ്സ് ആൻഡ് ബട്ടർഫ്ലൈസ് യൂസസ് ആസ് ഫുഡ്, എന്താ പറയുന്നത്? ഈ ഫ്രൂട്ട്സ് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ഹണിയൊക്കെ എന്ത് ചെയ്യാം, അത് ബേർഡ്സിൻ്റെയും ബട്ടർഫ്ലൈസിൻ്റെയും എന്താണ്? ഫുഡാണ് അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഫ്ലവേഴ്സിലെ വ്യത്യസ്ത തരം പൂക്കൾ. ഇവിടെ ഒരുപാട് പൂക്കളുടെ പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ പേര് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്താണ്? റോസ് അല്ലേ. രണ്ടാമത്തത് എന്താണ്? ഗോൾഡൻ ഷവറിലെ കണിക്കൊന്ന. 3 ജാസ്മിൻ. ഫോർത്ത് എന്താണ്? പോട്ട്ലേക്ക അല്ലേ. പോട്ട്ലേക്ക എന്ന് പറഞ്ഞാൽ എന്താണ്? 10 മണിപ്പൂവാണ്. ഇനി എന്താണ്? സീനിയ അല്ലേ, സീനിയ. പിന്നെ നെക്സ്റ്റ് മാരിഗോൾഡ്. ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ഫ്ലവേഴ്സ് given in the pictures and write them in the space provided. How do they differ other than in smell, color and shape? Observe more flowers and write about them in your environmental science diary. എന്താണ്? ഫ്ലവേഴ്സിൻ്റെ പേര് എഴുതാനാണല്ലേ അവിടെ തന്നിരിക്കുന്ന സ്ഥലത്ത്, അത് നമ്മൾ ചെയ്തു. ഇനി എന്താണ്? ഹൗ ഡു ദേ ഡിഫർ അതർ ദാൻ ഇൻ സ്മെൽ, കളർ ആൻഡ് ഷേപ്പ്. ഓരോ പൂക്കൾ എന്താണ്? സ്മെല്ലിലും കളറിലും ഷേപ്പിലൊക്കെ ഡിഫറെൻ്റ് ആണല്ലേ. പിന്നെയോ അതെന്തൊക്കെയാണ്? സ്മോൾ സൈസ് ആണ് അല്ലേ. പിന്നെ നല്ല സ്മെല്ലുള്ളത്, അതിൻ്റെ കളറൊക്കെ വെച്ചിട്ട് നമ്മൾക്കത് ഡിഫറെൻ്റ് ആണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ. ഒബ്സർവ് ദ മോർ ഫ്ലവേഴ്സ് ആൻഡ് റൈറ്റ് അബൌട്ട് ദം ഇൻ യോർ. ഒരുപാട് പൂക്കൾ നമുക്ക് ചുറ്റുമുണ്ടല്ലേ, അതൊക്കെ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ എൻവയോൺമെൻറ്റൽ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നോൺ ഫ്ലവറിങ് പ്ലാന്റ്സ് ടു. എന്താണ്? പൂക്കാത്ത, നോൺ ഫ്ലവറിങ്, പൂക്കളില്ലാത്ത സസ്യങ്ങളും കൂടി ഉണ്ട്. ഓക്കെ, ഇവിടെ പൂക്കാത്ത സസ്യങ്ങളുടെ പിക്ചേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ ചുറ്റുപാടും നമ്മുടെ സറൗണ്ടിങ്സിലൊക്കെ ഉള്ള ചില ചെടികൾ ഇതിൽ കാണുന്നുണ്ട്. നിങ്ങൾക്കറിയോ? ഫസ്റ്റ് വൺ എന്താണ്? ഫേണാണല്ലേ. നമ്മളതിൻ്റെ പുറകിൽ ഒരു വൈറ്റ് പൊടി ഉണ്ടാവും, അത് കയ്യിൽ വെച്ച് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്? ഒരു പാറ്റേൺ കിട്ടൂലേ, ലീഫിൻ്റെ ഒരു പാറ്റേൺ കിട്ടും. ചെടിക്ക് എന്താണ് നമ്മൾ പറയുന്നത്? ഫേൺ. നെക്സ്റ്റ് എന്താണ്? പൈനാണ് അല്ലേ. തേർഡ് എന്താണ്? മോസസ് ആണല്ലേ, നമ്മുടെ മതിലൊക്കെ പറ്റി പിടിച്ച് വളരുന്ന പച്ചപ്പ്. പിന്നെന്താണ്? സൈക്കസ് ആണ് അടുത്തത്. ഓക്കെ, ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗിവൺ ഇൻ ദ പിക്ചേഴ്സ്, ഡു ദേ ബ്ലൂം? എന്താ പറയുന്നത്? നിങ്ങളിപ്പോൾ ചിത്രത്തിൽ കാണുന്ന ഈ പ്ലാന്റ്സ് കണ്ടിട്ടുണ്ടോ? ഇവ പൂക്കുന്നതാണോ എന്നാണ് ചോദിക്കുന്നത്. ഓക്കെ, ഡു ഓൾ ദ പ്ലാന്റ്സ് ബ്ലൂം? ഇവയൊക്കെ പൂക്കുമോ? അതുപോലെ എല്ലാ പ്ലാന്റ്സും പൂക്കുമോ? നമ്മുടെ ഈ തന്നിരിക്കുന്ന ചെടികൾ പൂക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലേ. ഇല്ല അല്ലേ. അതുപോലെ എല്ലാ പ്ലാന്റ്സും പൂക്കുന്നുണ്ടോ? സെർച്ച് ആൻഡ് ഫൈൻഡ് ഔട്ട്. എന്താണ്? എല്ലാ പൂക്കളും എല്ലാ മരങ്ങളും പൂക്കുന്നുണ്ടോ എന്ന് കണ്ടെത്താനാണ് പറയുന്നത്. ഇവിടെ ഒരു ബോക്സിൽ എന്താ തന്നിട്ടുള്ളത്? ദ മേജർ പാർട്സ് ഓഫ് ദി പ്ലാന്റ്സ് ആർ റൂട്ട്, സ്റ്റെം ആൻഡ് ലീഫ്. Flowers develop at a stage of the plant's growth. Flowers then become fruits. All plants do not bloom and all flowers do not become fruits also. എന്താ പറയുന്നത്? സസ്യത്തിൻ്റെ അല്ലേ, പ്ലാന്റ്സിൻ്റെ മേജർ പാർട്സ് ഏതൊക്കെയാണ്? റൂട്ട്, സ്റ്റെം ആൻഡ് ലീവ്സ് അല്ലേ. വേര്, തണ്ട്, ഇല എന്നിവയാണ് ഒരു സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ. പിന്നെയോ പിന്നെ ഈ പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിൻ്റെ ഒരു സ്റ്റേജിലെത്തുമ്പോൾ എന്തുണ്ടാവും? ഫ്ലവേഴ്സ് ഉണ്ടാകും. ആ ഫ്ലവേഴ്സ് എന്ത് ചെയ്യും? ഫ്രൂട്ട്സ് ആയിട്ട് മാറും. എന്താണ്? ഓൾ പ്ലാന്റ്സ് ഡു നോട്ട് ബ്ലൂം. എന്താണ്? എല്ലാ പ്ലാന്റ്സും പൂക്കാറില്ല. ആൾ ഫ്ലവേഴ്സ് ഡു നോട്ട് ബിക്കം ഫ്രൂട്ട്സ് ഓൾസോ. പൂക്കളൊക്കെ ഉണ്ടല്ലോ, ഉണ്ടാവുന്ന പൂക്കളൊക്കെ എന്ത് ചെയ്യും? എല്ലാ പൂക്കളൊന്നും കായ്കളായിട്ട് മാറുന്നുമില്ല എന്നാണ് പറയുന്നത്. നോക്കൂ, നെക്സ്റ്റ് എന്താണ്? ഇവിടെ ഒരു പിക്ചർ ഉണ്ട് അല്ലേ. ഇതെന്താണ്? കാറ്റസ് ആണ് അല്ലേ, കള്ളിമുൾ ചെടിയുടെ പിക്ചറാണ് അല്ലേ. ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ഗ്രോയിങ് ഇൻ ദ പ്ലേസസ് വിത്തൗട്ട് സഫിഷ്യൻറ്റ് വാട്ടർ? വാട്ട് ആർ ദെയർ ഫീച്ചേഴ്സ്? എന്താ പറയുന്നത്? ഇത്തരം ഈ കാറ്റസ് ഇങ്ങനത്തെ ചെടികൾ എവിടെയാണ് ഉണ്ടാവുക?
ആ വെള്ളം കുറവുള്ള സ്ഥലങ്ങളിൽ മരുഭൂമിയിലൊക്കെ ഉണ്ടാവൂലേ. എന്താണ് ഇതിൻ്റെ പ്രത്യേകതകൾ? എന്താണ് ഇതിനെ എന്താ ചെയ്യുക, ഇത് വെള്ളം കിട്ടുന്ന സമയത്ത് വെള്ളം വലിച്ചെടുത്തിട്ട് അതെന്ത് ചെയ്യും, അതിൻ്റെ സ്റ്റെമ്മിൽ എന്ത് ചെയ്തും സ്റ്റോർ ചെയ്ത് വെക്കും. അങ്ങനെ വെള്ളം കിട്ടാതാവുമ്പോഴും ആ സ്റ്റോർ ചെയ്ത വെള്ളം എടുത്തിട്ട് ഒരുപാട് കാലം ഇതിന് ജീവിക്കാൻ പറ്റും. അതാണ് കാക്ടസ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത. നീലക്കുറിഞ്ഞി. ദിസ് ഈസ് എ റെയർ പ്ലാന്റ് ദാറ്റ് ബ്ലൂംസ് വൺസ് ഇൻ 12 years. Once the flower blooms, it will stay without withering for up to 3 months. They are blue in colors. നീലഗിരി ഹിൽസ് ഗെറ്റ് ഇറ്റ്സ് നെയിം ഫ്രം ദ ഫ്ലവേഴ്സ് നീലക്കുറിഞ്ഞി. എന്താ പറയുന്നത്? നീലക്കുറിഞ്ഞി എന്നുള്ള പൂവിനെ കുറിച്ചാണ് പറയുന്നത്. ഇതെന്താണ്, 12 വർഷം കൂടുമ്പോഴാണ് ഇത് പൂക്കുക. ഇത് പൂത്ത് കഴിഞ്ഞാൽ ഈ പൂവ് എന്താണ്, 3 മാസമല്ലേ, 3 മാസം വരെ വാടാതെ നിൽക്കും. ഇതിൻ്റെ നിറം എന്താണ്, നീല നിറമാണ്. ഇത് നീലഗിരി കുന്നിലാണ് ഇതെന്താണ് ഈ പൂവ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതിന് നീലക്കുറിഞ്ഞി എന്നുള്ള പേര് വരാൻ കാരണം. ഓക്കെ, നീലക്കുറിഞ്ഞി എത്ര വർഷം കൂടുമ്പോഴാണ് പൂക്കുന്നത്? 12 അല്ലേ, 12 years, വൺസ് ഇൻ 12 years, 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞി പൂക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് ഓഫ് പ്ലാന്റ്സ്? എന്താണ് വാട്ട് ആർ ദ ബെനിഫിറ്റ്സ് അല്ലേ, സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ, ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ദേ ഗിവ് ഇൻ ഷെയ്ഡ് അല്ലേ, അവർ നമുക്ക് തണൽ നൽകുന്നു. പിന്നെ എന്താണ്, പ്ലാന്റ്സ് പാർട്സ് ആർ യൂസ്ഡ് ആസ് ഫുഡ് അല്ലേ, ഈ പ്ലാന്റ്സിൻ്റെ പാർട്സുകൾ നമ്മളെന്താണ് ഫുഡായിട്ട് യൂസ് ചെയ്യും. പിന്നെ പ്ലാന്റ്സ് മേക്ക് ദ എർത്ത് ഗ്രീൻ, എന്താണ് നമ്മുടെ എർത്തിനെ എന്താണ് ഗ്രീൻ ആക്കി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രൊവൈഡ്സ് ഷെൽട്ടർ അല്ലേ, ഒരുപാട് ക്രീച്ചേഴ്സിന് എന്താണ് ഷെൽട്ടറായിട്ട് എന്ത് ചെയ്യണം പ്ലാന്റ്സ് ഉണ്ട് അല്ലേ. ഒരുപാട് ബേർഡ്സ് ക്രീച്ചേഴ്സൊക്കെ എന്താണ് അവരുടെ ഷെൽട്ടറായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്ത്, പ്ലാന്റ്സ്. ഓക്കെ, ഇവിടെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പിക്ചറാണല്ലേ ഇത് കാണുന്നത്. ഇതിലെന്താണ് പ്ലാന്റ്സ് എന്താണ് ഇവിടെ ഒരു നെസ്റ്റ് കണ്ടോ ബേർഡിൻ്റെ, അതുകൊണ്ടാണ് അവർ ഷെൽട്ടറായിട്ട് യൂസ് ചെയ്യാണല്ലേ. പിന്നെ ഇവിടെ സ്ക്യൂറലിലെ അവർ ഫുഡ് നോക്കുന്നുണ്ട് അല്ലേ. അതേപോലെ എന്താണ് ഒരു ബേർഡ് ഹണി കളക്ട് ചെയ്യുന്നുണ്ട്, ബട്ടർഫ്ലൈ ഹണി കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ റാബിറ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, എന്താണ് ഗ്രാസ് ആണ് അല്ലേ. അതുപോലെ കൗ ഗ്രാസ് കഴിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്താണ് ഇതൊക്കെ നമ്മുടെ ഓരോ ക്രീച്ചേഴ്സിനും പ്ലാന്റ്സ് കൊണ്ടുള്ള ബെനിഫിറ്റാണ്. പിന്നെ നമ്മുടെ എർത്ത് എന്താണ് ഗ്രീൻ കളറായിട്ട് ഇരിക്കുന്നുണ്ട് അല്ലേ, പ്ലാന്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട്. ഇറ്റ് ഈസ് അവർ ഡ്യൂട്ടി ടു കീപ് ദ എർത്ത് ഗ്രീൻ ബൈ പ്ലാന്റിങ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് പ്ലാന്റ്സ്. ഡോണ്ട് യു തിങ്ക് സോ? എന്താ പറയുന്നത്, നമ്മുടെ ഭൂമിയിലെ സസ്യങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ട് നമ്മളെ ഭൂമി എന്താണ് പച്ച ഹരിത ഭൂമിയാക്കി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ എന്നാണ് ചോദിക്കുന്നത് അല്ലേ. നമ്മുടെ ഓരോരുത്തരുടെയും ഡ്യൂട്ടിയാണ് അല്ലേ. യെസ്, ഇറ്റ്സ് അവർ ഡ്യൂട്ടി അല്ലേ, കീപ് ദ എർത്ത് ഇൻ ഗ്രീൻ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്, ലെറ്റസ് അസസ് അല്ലേ, നമുക്ക് വിലയിരുത്താം. ഫസ്റ്റ് വർക്ക് എന്താണ്, ഫൈൻഡ് ഔട്ട് ദ നെയിംസ് ഓഫ് ദി പ്ലാന്റ്സ് ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ഡൗൺ ദ കാറ്റഗറി ഇൻ വിച്ച് ദേ ബിലോങ് ടു. ഐഡൻറ്റിഫൈ മോർ എക്സാമ്പിൾസ് ആൻഡ് നോട്ട് ഡൗൺ ദെയർ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ താഴെ 3 പ്ലാന്റ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ കാറ്റഗറി ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് മോർ എക്സാമ്പിൾസ് എഴുതി ചേർക്കാനാണ്, അതിൻ്റെ ഫീച്ചേഴ്സും എഴുതി കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ എന്തായിരുന്നു, തുമ്പയാണല്ലേ. തുമ്പ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഹെർബിലാണ് അല്ലേ. മോർ എക്സാമ്പിൾസിൽ ഏതൊക്കെ നമുക്ക് കൊടുക്കാം, സ്പിനച്ച്, പീസ് അല്ലേ, ഇതൊക്കെ എന്താണ് മോർ എക്സാമ്പിൾസ് ആണ്. പിന്നെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, സോഫ്റ്റ് സ്റ്റെമ്മാണ് അല്ലേ. പിന്നെ എന്താണ് സ്മോൾ സൈസാണ്. ഇനി നെക്സ്റ്റ് എന്താണ്, റോസ് ആണ്. റോസ് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഷ്രബ്സിലെ കുറ്റിച്ചെടികളിലാണ് വരുന്നത്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണ് വേറെ ഷ്രബ്സിന്, ഹിബിസ്കസ്, ഇക്സോറ, ജാസ്മിൻ, ടീ പ്ലാന്റ്, ഇതൊക്കെ എന്താണ് ഷ്രബ്സിന് എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, ഹാർഡ് സ്റ്റെമ്മാണ്, ഹാവ് ലോങ് ലൈഫ് സ്പാൻ, പിന്നെ മീഡിയം സൈസ്ഡ് പ്ലാന്റ്സ്. നെക്സ്റ്റ് എന്താണ് ഇവിടെ തന്നിട്ടുള്ളത്, കോക്കനട്ട് ട്രീ ആണല്ലേ. അത് ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ട്രീ അല്ലേ. ഇനി എക്സാമ്പിൾസ്, ട്രീകൾക്ക് എക്സാമ്പിൾസ് പറയൂ, മാംഗോ ട്രീ, തേക്ക്, ബനിയൻ ട്രീ, റബ്ബർ, ഇതൊക്കെ എന്താണ് ട്രീസിന് എക്സാമ്പിൾസ് ആണ് അല്ലേ. ഇനി അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, വെരി ഹാർഡ് സ്റ്റെമ്മ്, പിന്നെ ഡീപ്പ് റൂട്ട്, പിന്നെ ലോങ് ലൈഫ് സ്പാൻ അല്ലേ, വെരി ലോങ്
ലൈഫ് സ്പാൻ. നെക്സ്റ്റ് വർക്ക് എന്താണ്? സെക്കൻഡ് വർക്ക് എന്താണ്? കളർ ദ ഫ്ലവേഴ്സ് അപ്രോപ്രിയേറ്റ്ലി. എന്താണ്? പൂക്കൾക്ക് അതിൻ്റേതായിട്ടുള്ള നിറം നൽകാനാണ് പറയുന്നത്. ഫസ്റ്റ് വൺ എന്താണ്? ഹിബിസ്കസ്, സെക്കൻഡ് ലോട്ടസ്, തേർഡ് ജാസ്മിൻ ആണ് അല്ലേ. നമ്മൾ ഹിബിസ്കസിന് എന്ത് കളർ കൊടുക്കും? റെഡ് കളർ കൊടുക്കാം അല്ലേ. ലോട്ടസ് എന്താണ്? പിങ്ക് കളറാണ്. ജാസ്മിന് വൈറ്റ് ഇൻ കളറാണ് അല്ലേ. വൈ ഡിഡ് യു സെലക്ട് ദീസ് കളേഴ്സ്? കാറ്റഗറൈസ് ദ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ദാറ്റ് യു നോ ഇൻ ദ ഓർഡർ ഗിവൺ. എന്താ പറയുന്നത്? നിങ്ങൾ എന്തുകൊണ്ടാണ് ചെമ്പരത്തിക്ക് റെഡ് കളറും ലോട്ടസിന് പിങ്ക് കളറും ജാസ്മിന് വൈറ്റ് കളറും തിരഞ്ഞെടുത്തത്? അതുപോലെ നിങ്ങൾക്കറിയാവുന്ന പൂക്കളിലെ കണ്ടെത്തി എഴുതാനാണ് പറയുന്നത്. പൂക്കളെ തരംതിരിച്ചിട്ട് ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്, അത് ഫില്ല് ചെയ്യാനാണ് പറയുന്നത്. എങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത്? പ്ലാന്റ്സ് വിത്ത് ഫ്ലവറിങ് ഇൻ വൺ കളർ. ഒരു നിറത്തിലുള്ള പൂക്കളും അതുപോലെ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്. ഒരു ഹിബിസ്കസിന് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ടെങ്കിൽ അതുപോലെ ഒരു നിറത്തിൽ മാത്രം പൂക്കുന്നതും പല നിറത്തിൽ പൂക്കളുള്ള പൂവിൻ്റെയും പേരുകൾ ക്ലാസിഫൈ ചെയ്ത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് ബോക്സിൽ പ്ലാന്റ്സ് വിത്ത് ഫ്ലവേഴ്സ് ഇൻ വൺ കളറിൽ നമുക്ക് എന്ത് കൊടുക്കാം? തുമ്പ അല്ലേ, വൈറ്റ് ഇൻ കളറിലാണ്. ജാസ്മിൻ, പിന്നെ സൺഫ്ലവർ, നിശാഗന്ധി, ഇതൊക്കെ എന്താണ്? ഒരു നിറത്തിൽ മാത്രമേ കാണപ്പെടുന്നുള്ളൂ. ഇനി പ്ലാന്റ്സ് വിത്ത് ഫ്ലവർ ഇൻ ഡിഫറെൻറ്റ് കളേഴ്സ്, പല നിറത്തിൽ പൂക്കളുള്ളത് ഏതൊക്കെയാണ്? റോസ്, ഹിബിസ്കസ്, എക്സോറ, മാരിഗോൾഡ്, ഇതൊക്കെ എന്താണ്? ഡിഫറെൻറ്റ് കളേഴ്സിൽ ഫ്ലവേഴ്സ് കാണപ്പെടുന്നുണ്ട്. ഇനി അതിലെ തേർഡ് വർക്ക് നോക്കാം. വാട്ട് അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് സാപ്ലിങ്സ് ദാറ്റ് യു പ്ലാന്റഡ്? ഡ്രോ എ പിക്ചർ ആൻഡ് മാർക്ക് ഇറ്റ്സ് പാർട്സ്. ഹൗ ഡസ് ദീസ് പ്ലാന്റ്സ് ബെനഫിറ്റ് അസ് ആൻഡ് അതർ ഓർഗാനിസംസ്. എന്താ പറയുന്നത്? നിങ്ങളൊരു പ്ലാന്റ്സ് വളർത്തിയിട്ട് ഗ്രോ ചെയ്തിട്ട് അത് എത്ര വലുതായി നോക്കണം. സാപ്ലിങ്സിലെ ആ തൈ എത്ര വലുതായി നോക്കണം. എന്നിട്ട് അതിൻ്റെ ചിത്രം വരച്ച് പാർട്സ്, ഒരു പ്ലാന്റിൻ്റെ അല്ലേ, നിങ്ങൾ വളർത്തിയെടുത്ത പ്ലാന്റ്സിൻ്റെ ചിത്രം വരച്ചെടുത്തിട്ട് അതിൻ്റെ പാർട്സ് മാർക്ക് ചെയ്യണം. പിന്നെയോ ആ ചെടി നമുക്കും അതുപോലെ നമ്മുടെ ചുറ്റുള്ള ഓർഗാനിസംസ് അല്ലേ, ജീവജാലങ്ങൾക്കും എങ്ങനെ എന്തൊക്കെ ഉപകാരങ്ങൾ, ബെനഫിറ്റ്സ് ആണ്, പ്രയോജനങ്ങളാണ് ഉള്ളത് ആ പ്ലാന്റ്സിനെ കൊണ്ട് എന്നുള്ളത് എഴുതാനാണ് പറയുന്നത്. ഓക്കെ, അത് നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, നെക്സ്റ്റ് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ്, തുടർ പ്രവർത്തനങ്ങൾ അല്ലേ. ഫസ്റ്റ് വർക്ക് എന്താണ്? ഫൈൻഡ് ഔട്ട് എനി 5 പ്ലാന്റ്സ് ഇൻ യുവർ സറൗണ്ടിങ്സ് ആൻഡ് ക്രിയേറ്റ് ദെയർ ഗ്രീൻ കാർഡ് യൂസിങ് ദ ഡീറ്റെയിൽസ് ഗിവൺ ബിലോ. എന്താണ്? ഇവിടെ ഒരു ഗ്രീൻ കാർഡ് തയ്യാറാക്കാനാണ് പറയുന്നത് 5 പ്ലാന്റ്സിൻ്റെ. ഓക്കെ, അതിലെന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യിക്കണം? നെയിം ഓഫ് ദി പ്ലാന്റ്, കാറ്റഗറി, ഹെർബിലാണോ ഷ്രബിലാണോ ട്രീലാണോ വരുന്നത്, പിന്നെ ദ പാർട്സ് യൂസ്ഡ് ഫോർ പ്ലാന്റിങ്, ഫീച്ചേഴ്സ് ഓഫ് ദി ലീഫ്, ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്ലവർ, ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റെം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. മാംഗോ ട്രീ ഇതിലാണ് വരുന്നത്? ട്രീയിലാണ് അല്ലേ. പിന്നെ പ്ലാന്റ് ചെയ്യുന്നത് ഏതാണ്? സീഡ്. ലീഫിൻ്റെ ഫീച്ചർ എന്താണ്? ദ ലീഫ് ഈസ് ലോങ് അല്ലേ. പിന്നെന്താണ്? സ്മെല്ലുണ്ട് അല്ലേ, ഇറ്റ് ഹാസ് സ്മെൽ അല്ലേ. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ഫീച്ചേഴ്സ് ഓഫ് ദി ഫ്ലവർ എന്താണ്? ദ ഫ്ലവർ ഈസ് ബഞ്ച് അല്ലേ. കുലകളായിട്ടാണ് പൂക്കൾ കാണപ്പെടുന്നത്. ആൻഡ് വെരി സ്മോൾ ഇൻ സൈസ് അല്ലേ, വെരി സ്മോൾ ഇൻ സൈസ്. ഫീച്ചേഴ്സ് ഓഫ് ദി സ്റ്റെം എന്താണ്? വെരി ഹാർഡ് സ്റ്റെം. ഇതുപോലെ നിങ്ങൾ 4 പ്ലാന്റ്സിൻ്റെ ഗ്രീൻ കാർഡും കൂടെ ഉണ്ടാക്കുക. ഓക്കെ, നെക്സ്റ്റ് സെക്കൻഡ് വർക്ക് എന്താണ്? ഹാവ് യു സീൻ ദ പ്ലാന്റ്സ് ലൈക്ക് ഹിബിസ്കസ്, റോസ് ആൻഡ് അതർ വിത്ത് ഫ്ലവേഴ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ഇൻ അവർ സറൗണ്ടിങ്സ്? ദേ ആർ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ദി സെയിം പ്ലാന്റ് സച്ച് കൈൻഡ്സ് ഓഫ് പ്ലാന്റ്സ് ഇൻ യുവർ ബയോഡൈവേഴ്സിറ്റി ഗാർഡൻ. എന്താ പറയുന്നത്? പല നിറത്തിൽ പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, അതുപോലെ റോസ് തുടങ്ങിയ ചെടികൾ നമ്മൾ കണ്ടുല്ലേ, പലതരത്തിലല്ലേ, മഞ്ഞ, ചുവപ്പ്, റോസ്, അങ്ങനെ പല നിറത്തിൽ ഹിബിസ്കസും റോസിലുള്ള പൂക്കൾ നമ്മൾ കണ്ടു. ഇവയൊക്കെ വ്യത്യസ്ത ഇനം ചെടികളാവുമല്ലോ. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ബയോഡൈവേഴ്സിറ്റി ഗാർഡനിൽ പ്ലാന്റ് ചെയ്യുക. ഓക്കെ, ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഗ്രീൻ ഹെൽത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് അല്ലേ. വളരെ സിമ്പിളായിട്ടുള്ള നമ്മുടെ സറൗണ്ടിങ്സിൽ നമ്മൾ കാണുന്ന പ്ലാന്റ്സിനെ കുറിച്ചും അവയുടെ ബെനിഫിറ്റ്സും ഫീച്ചേഴ്സും അവരെ ഏതൊക്കെ നിറത്തിൽ കാണപ്പെടുന്നു, എന്താണ് അവരെ കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്നൊക്കെയുള്ളതാണ് നമ്മൾ പഠിച്ചത് അല്ലേ. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. എല്ലാവർക്കും ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ കൂട്ടുകാർക്കും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. Okay.